അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു അടിപൊളി ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് വാക്കാടുള്ള ഹബീബ മുഫീദ് ദമ്പതികളുടെ ഒരു മനോഹരമായ ഒരു വീട് തന്നെയാണ്. ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ 1200 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് ഒതുങ്ങിയ ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. അപ്പോൾ ഈ മനോഹരമായ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. ഏകദേശം 7 സെന്റ് സ്ഥലത്ത് ഏതൊരാളും കൊതിക്കും തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിലെ ഒരു വശത്തെ വോളിലും സീലിംഗിലും ആയിട്ട് ഒരു ഗ്രീൻ കളറിലാണ് പെയിന്റ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ വിൻഡോയിലൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ അവിടെ ഒരു ഡിസൈനിങ് വരുന്നുണ്ട് കേട്ടോ. അതിലായിട്ടും ഈ ഗ്രീൻ കളർ പെയിന്റ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തെ ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ ടൈപ്പിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്തിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ഗാർഡൻ സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വീട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിന് നടുക്കായിട്ട് ഇതേ ഒരു വുഡൻ ടൈപ്പ് ഡിസൈനും കൂടി വന്നപ്പോൾ കിടിലം തന്നെ അല്ലേ. കൂടാതെ ഇതേ മുകളിലായിട്ട് ഇതുപോലെ GI പൈപ്പ് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതും കൂടാതെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഷോ ലൈറ്റ്സ് കൂടെ വന്നപ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് വേറെ ലെവൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഇതേ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ ഒരു L ഷേപ്പിലായിട്ട് 2 സ്റ്റെപ്പാണ് കേട്ടോ വരുന്നത്. സ്റ്റെപ്പിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 360x160 സൈസിൽ ഒരു ബോക്സ് ടൈപ്പിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡിന്റെ ഒരു 3 സീറ്റർ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് തന്നെ ഇതുപോലെ വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. ഫ്ലോറിലായിട്ടൊക്കെ നോക്കിയാൽ മാർബോണൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു വശത്തായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് കേട്ടോ. ആ പില്ലറിന് മുകളിലായിട്ട് കുറച്ച് ഭാഗം ആ ഗ്രീൻ കളർ പെയിന്റിനാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ബാക്കി ഭാഗത്ത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ ടൈപ്പിൽ ഒരു ടെക്സ്ചർ പെയിന്റിങ് പോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിട്ട് ഇതുപോലെ ഷോ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ രാത്രിയിലെ വ്യൂവും കിടിലൻ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറിയല്ലേ. ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. ഒരു സിമ്പിൾ ഡിസൈനിലാണ് ഡോർ വരുന്നത്. 2 സ്റ്റീലിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിതേ ഇനി അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹോളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ കയറി വരുന്ന ഭാഗത്തായിട്ട് ഒരു ലിവിംഗ് ഏരിയയും കൂടാതെ വല്ലാതെ പാർട്ടീഷനും കാര്യമൊന്നും വരാതെ ഒരു ഡൈനിങ് ഏരിയയും കൂടിയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ആദ്യം ലിവിംഗ് ഏരിയ നോക്കല്ലേ. 420x350 സൈസിലാണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് L ഷേപ്പിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് വുഡ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 2 വശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും വിൻഡോസ് വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകൂലേ, ആ ഭാഗത്ത് പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും വോളിലായിട്ട് ഇതുപോലെ ഒരു വോൾ പാർട്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. 420x300 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലൊക്കെ ആയിട്ട് ഇറ്റാലിയൻ മാർബിൾ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ചെയർ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ ഡിസൈനിൽ വരുന്ന വുഡിന്റെ ചെയേഴ്സ് ആണ്. ഇനിയിപ്പോ ഈ ഭാഗത്തായിട്ടുള്ള വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ കാണുന്നത് ഒരു വിൻഡോ ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് കേട്ടോ. ഇതൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ഭാഗത്ത് സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസിക്ക് അനുസരിച്ച് ഓപ്പൺ ആക്കാനും നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ പറ്റൂട്ടാ. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ പെട്ടെന്ന് സെർവ് ചെയ്യാനും എളുപ്പമായിരിക്കേ. ഈ ഒരു ഐഡിയ കൊള്ളാലേ. നമ്മുടെ ഹോളിന് ഒട്ടും ഭംഗിക്കുറവ് വരുത്താതെ നല്ലൊരു ഐഡിയയിൽ തന്നെയല്ലേ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ് ഏരിയയിലെ സീലിംഗിലായിട്ട് നോക്കിയാലും ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഹോളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയർ കേസ് വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ വാഷ് ബേസിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെയിലിംഗ് ഒക്കെ GI പൈപ്പ് റെയിലിംഗ് ആണ്. സ്റ്റെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ബേസിലായിട്ട് ഇതുപോലെ വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ മാർബോണേറ്റും ആണ് കേട്ടോ വരുന്നത്. ഇവിടെ സ്റ്റെയർ ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിൽ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വാഷ് ബേസിന് നോക്കാട്ടോ. നമ്മുടെ സ്റ്റെയറിന് താഴ്ഭാഗത്തെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇനി ആ ഭാഗത്തെ വോള് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് കേട്ടോ. കൂടാതെ വാഷ് ബേസിൻ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വൈറ്റ് കളറിൽ നല്ല ഭംഗിയിലൊരു ഡിസൈൻ ഒക്കെ വരുന്ന വാഷ് ബേസിൻ ആണ്. താഴ്ഭാഗം വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ടോട്ടലി 2 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. ആദ്യത്തെ റൂം വന്നിട്ട് ഇവിടാണ്. അത് പോയല്ലേ 360-320 സൈസിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ വരുന്നത്. ഹെഡ് കോട്ടിന്റെ ഭാഗത്തായാലും ലെഗിന്റെ ആ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട്. ഇനി അതിന്റെ ബാക്ക് വോളായിട്ട് നോക്കിയാൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു വിൻഡോ ആണ് കേട്ടോ. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു വശത്തെ വോളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും വിൻഡോ വരുന്നുണ്ട്. സെയിം ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ വന്നിട്ട്. ഇനി ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സീലിംഗ് ഒക്കെ ഇതുപോലെ LED ലൈറ്റ്സ് മാത്രം കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഇതേ ഷോവാളിലായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലും മറ്റ് 2 വോളിലായിട്ട് വൈറ്റ് ഷെയ്ഡിലുമാണ് ടൈല് കൊടുത്തിട്ടുള്ളത്. 130-180 ആണ് ഈ ബാത്റൂമിന്റെ സൈസ്. ഇനിയിപ്പോ നമ്മൾ അവിടുത്തെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണും വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ബെഡ്റൂം നോക്കാം. 360-435 സൈസിൽ നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഇതിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും 3 ഡോർ വിൻഡോ തന്നെ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ റെഡിമെയ്ഡ് അലമാരാണ് കേട്ടാ. ഈ ഒരു മോളിലായിട്ട് നോക്കിയാൽ ഒരു ഹോള് കണ്ടില്ലേ, അത് ഇവിടുത്തെ എയർ ഹോൾ ആണ് കേട്ടാ. ഇനി ഇവിടെ ആയിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 140-240 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ബാത്റൂം വരുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഫൈനലി നമുക്ക് കിച്ചൺ നോക്കിയല്ലേ. 260-435 സൈസില് മോഡേൺ രീതിയിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ L ഷേപ്പിൽ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ വാഷ് ബേസിൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പൊതുവെ നമ്മൾ സിങ്ക് അല്ലേ കാണാറ്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ഒക്കെ വരുന്ന വാഷ് ബേസിൻ ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ റാക്കിന്റെ താഴ്ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലോവർ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഓരോ ക്യാബിൻസും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിത് ആ കാണുന്ന കർട്ടന്റെ കാര്യം ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഈ വശത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട് കേട്ടാ. ഇവിടെ മൊത്തത്തിൽ കൊടുത്ത ആ ഒരു ടൈലായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ റേക്കിനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ കിച്ചണിലായിട്ട് തന്നെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അത് നോക്കല്ലേ, നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഭാഗത്ത് മുകൾ വശത്തായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമ്മുടെ സ്റ്റോർ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റോർ റൂം ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂമിന്റെ കറക്റ്റ് സൈസ് പ്ലാനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടാ.
ഇനിയിപ്പോ നമ്മുടെ കിച്ചണിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വശത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ അടുപ്പ് വരുന്നത്. ഇനിയിപ്പോ നമ്മളിത് ഈ ഒരു റാക്കിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് ഒക്കെ വെച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വശത്തായിട്ട് തന്നെ സിങ്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിങ്കിന്റെ ഭാഗത്തിന് പാത്ര സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ മുകൾ വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ 2 റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ അടുപ്പ് നോക്കുകയാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ വരുന്നത്. താഴ്ഭാഗത്ത് ഇതുപോലെ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ അടുപ്പിന്റെ ഭാഗത്തും വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ 2 റെയിലിംഗും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഏകദേശ ചെലവ് വന്നിട്ടുള്ളത് 20 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.